കോടതിയിൽ നിന്നുമുള്ള വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ബോബി ചെമ്മണ്ണൂരിനെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനും കോടതി മറന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നത്? ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കരുത് എന്നൊക്കെ കോടതി കർശനമായ ചില നിർദ്ദേശങ്ങളും നടത്തിയിരുന്നു. അല്പം മുമ്പാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തു വന്നത്. നമുക്കറിയാം, രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യം നൽകാം, 3:30 ഓർഡർ പുറത്തിറക്കാം എന്ന് കോടതി പറഞ്ഞിരുന്നു. 3:40 ഓർഡർ പുറത്തു വന്നു. അതിൽ പറയുന്നത് കർശന ഉപാധികൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 50,000 രൂപയുടെ ബോണ്ട്, 2 ആൾ ജാമ്യം തുടങ്ങി സാധാരണ ഇത്തരം കേസുകളിൽ വെക്കുന്ന ഉപാധികൾ ഒക്കെ ഉണ്ട്. അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ എവിടെ വിളിച്ചാലും ഹാജരാകാൻ തയ്യാറാകണം, ഒരു കാരണവശാലും സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തരുത് തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ ജാമ്യം റദ്ദാക്കും എന്ന മുന്നറിയിപ്പും കോടതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചൊക്കെ കോടതി കടുത്ത പരാമർശങ്ങൾ ഉത്തരവിൻ്റെ ഭാഗമായി എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കോടതി പറഞ്ഞത് ബോഡി ഷെയ്മിംഗ് ഒന്നും ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനോ കഴിയുന്ന കാര്യമല്ല. മാത്രവുമല്ല, മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് നടത്തുന്ന പരാമർശങ്ങളൊന്നും ശരിയല്ല, അതൊന്നും അംഗീകരിക്കാനും ആവില്ല. നിയമപരമായി അല്ലാതെയും അതിന് പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ് കോടതി പരിശോധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജാമ്യം നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റോഡിയൽ ഇൻ്ററഗേഷൻ ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഒരു കസ്റ്റഡി അപേക്ഷയും കൊടുത്തിട്ടില്ല. മാത്രമല്ല, കുറേ ദിവസങ്ങളായി 6 ദിവസങ്ങളായി അയാൾ ജയിലിലുമാണ്. അതുകൊണ്ട് ഇയാളുടെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന തീർത്തും സാങ്കേതികമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാത്രമാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്ന് ഈ ഉത്തരവ് വായിച്ചാൽ വ്യക്തമാവുകയും ചെയ്യും. രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേസ് പരിഗണിച്ച് ഉത്തരവിലേക്ക് വരുന്നതിന് തൊട്ടുമുമ്പ് കോടതി കുറേ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ പറഞ്ഞത് ഈ ജാമ്യ ഹർജിയിൽ പോലും ഈ പരാതിക്കാരിയായ നടിയെ അപമാനിക്കാനുള്ള ശ്രമം ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ കോടതി നടത്തി. അതായത് പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ ജാമ്യ അപേക്ഷയിൽ പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ പ്രതി എന്ന കടുത്ത വിമർശനമാണ് കോടതി രാവിലെ ഓപ്പൺ കോടതിയിൽ പറഞ്ഞത്. ഈ നടത്തിയതൊന്നും ദയാർത്ഥ പ്രയോഗമല്ലെന്ന് പറയാനാവില്ല എന്നായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ രാവിലെ പറഞ്ഞത്. ഏതായാലും ഈ പരാതിക്കാരിയെ നടിയെ അപമാനിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് സംശയിക്കാവുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ് കോടതി രാവിലെയും പറഞ്ഞത്. അതുതന്നെ ഉത്തരവിൻ്റെ ഭാഗമായി എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജാമ്യ ഹർജിയെ പോലീസ് അതിശക്തമായി എതിർത്തിരുന്നു. പോലീസ് പറഞ്ഞത് ഇയാൾ ഇത് പതിവാക്കിയ ആളാണ്, ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സജീവമായി പതിവാക്കിയ ആളാണ്, സ്ത്രീത്വത്തെ പരസ്യമായി അധിക്ഷേപിച്ച മുൻ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നടിക്കെതിരെ മാത്രമല്ല മറ്റ് പലർക്കെതിരെയും ഈ സമാന രീതിയിൽ പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതായ വിവരങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പുറത്തു വിടുന്നത് കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് പുറത്തു വിടരുത് എന്നുള്ളതാണ് കോടതി മുമ്പാകെ പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അപ്പോൾ പറഞ്ഞത്, ഏതായാലും ഇയാൾ കുറച്ച് ദിവസം അകത്ത് കിടന്നല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടിയിലേക്ക് കടക്കാനുള്ളതുമാണ്. മാത്രമല്ല, ഇപ്പോൾ ഇനി ഒരു കസ്റ്റോഡിയൽ ഇൻ്ററഗേഷൻ ആവശ്യവുമില്ല, കൂടുതൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ ആവശ്യമില്ല, അതുകൊണ്ട് ജാമ്യം നൽകുന്നു എന്നാണ് രാവിലെ വാക്കാൽ പറഞ്ഞത്. അല്പം മുമ്പ് ഉത്തരവ് പുറത്തിറങ്ങി. ഉത്തരവിലും നേരത്തെ പറഞ്ഞതിന് സമാനമായ പരാമർശങ്ങളുണ്ട്. ഒരു കാരണവശാലും ബോഡി ഷെയ്മിംഗ് പരിഷ്കൃതമായൊരു സമൂഹത്തിന് അനുവദിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്ന കാര്യമല്ല. മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് നടത്തുന്ന ഒരു പരാമർശവും ശരിയല്ല എന്നാണ് അസന്നിഗ്ധമായി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഉത്തരവിൻ്റെ പകർപ്പ് താഴെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോയി. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് റിലീസിംഗ് ഓർഡർ ജയിലിലേക്ക് പോയി ഉടനെ തന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ പ്രതിഭാഗത്തിന്റെ വാദഗതികൾ എങ്ങനെയായിരുന്നു സാലി? പക്ഷേ അതായത് പ്രതിഭാഗം പറഞ്ഞത് ഒരു ഒരു കുറ്റകൃത്യം താൻ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല, താൻ ഈ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളാണ്, മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ താൻ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയാനുമാവില്ല. ഈ ചില പരാമർശങ്ങളുടെ പേരിൽ മാത്രം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മറ്റ് താല്പര്യങ്ങളുടെ പേരിലാണ് എന്നൊക്കെയായിരുന്നു പ്രതിയുടെ വാദം. താൻ ഏതെങ്കിലും തരത്തിൽ ഒരാളെയും അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. മാത്രമല്ല, അത്ര ഗുരുതരമായ ആരോപണങ്ങളല്ല തനിക്കെതിരെ
പ്രോസിക്യൂഷൻ പോലും ഉന്നയിക്കുന്നത്. മാത്രമല്ല ചോദ്യം ചെയ്യണം എന്നൊരാവശ്യം പോലീസും മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന വാദം. പോലീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായി എതിർത്തു. ഇയാളെ പുറത്തു വിട്ടാൽ ഇയാൾ സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ട്, ഇനിയും ആവർത്തിക്കും. അതുകൊണ്ട് പുറത്തു വിടുന്നത് ശരിയല്ല. മാത്രമല്ല സമൂഹത്തിനൊരു സന്ദേശം ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാക്കനാട് ജയിലിന് പുറത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സാലി നൽകിയത്.